ഹലോ സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് നമ്മുടെ ഒള്ളി യു ആർ ഹിയർ എന്ന് പറയുന്ന ഗെയിമിൻ്റെ 9ാമത്തെ പാർട്ടായിട്ട്. അപ്പം നമ്മൾ കളിച്ച് നിർത്തിയത് ഇവിടെ തന്നെയാണ്. ഒരു കൊച്ചിറക്ക് എന്താ അവിടെ നിൽക്കുന്നുണ്ട്. ചെറിയൊരു ഭയം ഉണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്താ സംഭവം എന്നറിയാലോ? ആ കൊച്ചിറക്കൻ എന്തിനാ അവിടെ നിൽക്കുന്നതെന്നറിയാം. ആ ഡിസക്കെ കൊച്ചിറക്കൻ മാഞ്ഞു പോയി കേട്ടാ. അതാരാന്നൊരു പിടുത്തമില്ല. പക്ഷെ ഇത് നമ്മൾ നേരത്തെ കളിച്ചു നിർത്തിയ സ്ഥലം പോലെ തന്നെ ഉണ്ടല്ലേ. ഇത് കണ്ട ആ ഹാളിത് കഴിഞ്ഞു പോയി, സോറി. അത് കണ്ട ഈ സ്ഥലമൊക്കെ ഇവിടെ നമ്മളൊരു കീ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ട എൻ്റെ ആദ്യത്തെ പാർട്ട് കണ്ടവർക്കറിയാം, ഇതൊക്കെ നമ്മൾ കളിച്ച് തീർത്ത സ്ഥലമാണ് ഇതെല്ലാം. കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ കളിച്ച് തീർത്ത സ്ഥലം. അന്ന് ഇതൊക്കെ ക്ലോസ് ആയിരുന്നു, അത് ഓപ്പണും ആയിരുന്നു. ഇന്ന് അതും ഇതും ഓപ്പൺ ആണ്. ഇന്നെല്ലാം നമ്മൾ ഓപ്പൺ ആക്കി, എല്ലാം നമ്മൾ ഓപ്പൺ ആക്കി. അത് ഓപ്പൺ ആക്കി ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി. ഇത് ഓപ്പൺ ആക്കി നമ്മൾ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ ഇതും ക്ലോസ് ആവും. അപ്പൊ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി ഇതിനകത്തോട്ടാണ് പോകുന്നത്. ഓക്കെ, കണ്ടില്ലേ ഇതിനകത്ത് ഇതും നമ്മൾ ഓപ്പൺ ആക്കിയിട്ടേക്ക് കാണാം. കണ്ട, ഇതെല്ലാം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടേക്ക്. അത് കണ്ട ഡോറൊക്കെ തുറന്ന് ഇനി ഉള്ളിലേക്ക് കയറിയാൽ മതി. കണ്ടില്ലേ, കൈഞ്ഞക്കി ഉള്ളിലേക്ക് കയറുന്നു. ആ കയറ ആ ഡിസാക്കെ. ഇതെന്താ ഇനി? ഇതെന്ത് പസിലാണ് കേട്ടാ. ഇതെന്താ തലയുടെ മേളില് ഏതൊരുത്തൻ, വെള്ളത്തിനകത്ത് ഏതൊരുത്തൻ. ഇതെന്താ സംഭവം മനസ്സിലാവണില്ല. മേളിലാരെങ്കിലും ഉണ്ടോ? മേളില് പൊങ്ങണില്ലല്ലോ. ഇല്ലല്ലോ, ഇല്ല, മേളിലാരും ഇല്ല. വെള്ളത്തിനടിയില്ല, വെള്ളം ഇല്ല ഇവിടെ. അങ്ങോട്ടൊരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്താ സംഭവം എന്നറിയാലോ. തുറക്ക്. ആ ഡിസാക്കെ തുറന്ന്. ഇത് ഇതാ അടുത്ത പാറ്റേൺ എന്താ ഇവിടെ കിടപ്പുണ്ട്. ദിസ് ഈസ് മൈ ചൈൽഡ്ഹുഡ് റൂം. ഇവന്റെ പണ്ടത്തെ കുഞ്ഞിലത്തെ റൂമാണ് ഇതെന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത പാറ്റേൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ 12 എണ്ണം കണ്ടുപിടിക്കണം. ദ സ്റ്റേജ് ഇസ് അൾട്ടിമേറ്റ് വിത്ത് ലൈറ്റ്സ്. ഇല്ല, അയ്യോ അയ്യോ, ഞാൻ വായിച്ചോ മാറിപ്പോയി. അയ്യോ ഞാൻ കണ്ടില്ല, അതെന്ത് പറഞ്ഞത്. വായിച്ചു മാറിപ്പോയി. ഇതാ ഇവിടെ കീ കിടപ്പുണ്ട്. ഓക്കെ, നമ്മുടെ 1ാമത്തെ കീ. ഐ ഗോട്ട് ദ സെക്കൻഡ് കീ, സോറി 2ാമത്തെ കീ. ഇനി 2 കീയും കൂടി കണ്ടുപിടിക്കണം. ദ വിൻഡോ വേ കോൾഡ്. പുറത്ത് നല്ല തണുപ്പാന്നാണ് മച്ചാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതെന്താ? മൈ തിങ്സ് വേ സ്റ്റോർ ഹിയർ. ഓക്കെ, അവൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചറിഞ്ഞത്. പണ്ടത്തെ കുഞ്ഞിലത്തെ വല്ല കളിപ്പാട്ടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പണ്ടത്തെ TV, ബോക്സ് TV. ഔഡി ഐ യൂസ് ടു ടേൺ ഓൺ ഇറ്റ് ലോട്ട് വെൻ ഐ വാസ് എ കിഡ്. ഇവന് ചെറിയ പ്രായമായിരുന്നപ്പോൾ ഇവൻ ഒരുപാട് തവണ ഇത് ഓണാക്കിയിട്ടുണ്ടെന്ന്. ഓണാക്കാതെ അത് കാണാൻ പറ്റില്ലല്ലോ. എന്തിലാട്ടെ പോട്ട് പുല്ല്. കുഞ്ഞിലത്തെ ഓരോരോ നൊസ്റ്റാൾജിയ തിങ്സ്. അതെ, നൊസ്റ്റാൾജിയ. ഇതെന്തിനാ ഇവിടെ 3 കട്ടില്? പുറത്ത് ചിലപ്പോൾ ഇതിനകത്ത് കിടന്ന കട്ടിലും എല്ലായിരിക്കും. എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്ക് എടുത്തിട്ടോ എല്ലായിരിക്കും. പിയാനോ ഒക്കെ ഉണ്ട്. ഇതെന്താ സെറ്റപ്പ്? ഇതെന്ത് ലോഡ്ജ് എന്തെങ്കിലും ആണോ ഇത്? ഇതെന്ത് സ്ഥലം നമുക്ക് ഇപ്പോഴും അറിയില്ല. എന്തോ ഒരു സ്ഥലത്തേ നമുക്ക് ഇപ്പോഴും അറിയുള്ളൂ. അതാണോ? അതാണ്. അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പാറ്റേൺ നമുക്ക് കിട്ടി. ഇതും തന്നെയാണോ? അതേ പിന്നെയും പോയി. കറണ്ട് വന്നു. ഇവിടെ ചെറിയ പവർ കട്ട് ഉണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ നാട്ടിലെ പോലെ. ചെറുതല്ല, നല്ല പവർ കട്ട് ഉണ്ട്. ചില സമയത്ത് ഒറ്റ ഓഫ് ആയാലും അങ്ങനെ ഓഫ് ആവും. എന്താണെന്നറിയില്ല, എന്തോ ഒരു വലിയ മിസ്റ്റേക്ക്. എത്തിയില്ലേടേ? എത്തി. ഇത് നമ്മൾ നേരത്തെ പോയതേ. ഇതെന്താണ് ഇത് കറങ്ങി തിരിഞ്ഞ് പിന്നെ ഇവിടെ തന്നെ വന്നെ? നമുക്ക് കീ ഇടണമെങ്കിൽ ഇവിടെ വന്നം. ഇതാണ് നമ്മുടെ കീ ഇടുന്ന സ്ഥലം. കണ്ടില്ലേ? അങ്ങനെ 2ാമത്തെ കീ നമുക്ക് കിട്ടി. ഓക്കെ, എന്താ അച്ചീവ്മെന്റ് കാണുള്ളൊക്കെ ഉണ്ട്. 2 more to go. The second lock is open. You are halfway there. halfway there എന്ന് വെച്ചാ പകുതി ഓപ്പൺ ആക്കി എന്നാണ് ഇവർ ഉദ്ദേശിച്ചത്. 2 എണ്ണം കിട്ടി, 2 എണ്ണം കൂടി ഇനിയും ഓപ്പൺ ആക്കാനുണ്ട് എന്നാണ് ഇവർ ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുമാതിരി എന്തോ ഒരു സംഭവം. ഇവരെന്തോ ഒളിക്കുന്ന പോലെ. ഇതാന്ന് തോന്നുന്നു അടുത്ത്. ഇത് ഈ ഗെയിം ഡെവലപ്പറുടെ ഒരു ഓർമ്മയാണ് ഇതെല്ലാം. ആ ഓർമ്മയിൽ വെച്ചാണ് പുള്ളി ഇതെല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇത് എന്തൊരു വൃത്തികെട്ട ഓർമ്മയാണിത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഓർക്കുവോ? വൃത്തികെട്ട ഓർമ്മ. ഞാനിങ്ങനെ ഓർക്കാറില്ല കേട്ടോ. നിങ്ങളാരെങ്കിലും ഇങ്ങനെ ഓർക്കാറുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേ. ഓക്കെ, നമ്മളങ്ങനെ കീ ഇട്ട് പാറ്റേണും കണ്ടുപിടിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോകണം. ഇനി അവിടെ ചെന്നിട്ട് ഓരോരോ കാര്യങ്ങൾ തപ്പി കണ്ടുപിടിച്ച് ഇതേപോലെ തന്നെ നമുക്കിനി 2 കീയും കൂടെ കണ്ടുപിടിക്കണം.
ഇതിനകത്ത് 12-18 എൻഡിങ്സ് ഉണ്ട്. അത്ര ഒന്നും കളിച്ചു തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അത്ര എൻഡിങ്സ് ഇതിനകത്തുണ്ട്. ഒരു മൊബൈൽ ഗെയിമാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇത് ഒരു മൊബൈൽ ഗെയിമാണിത്. കിടിലൻ ഗെയിമാണ്. എന്തായാലും ട്രൈ ഔട്ട് ചെയ്യാം. ഇതിനകത്ത് ഹൊറർ ഉണ്ട് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതിനകത്ത് ഹൊറർ ഇല്ല. പക്ഷെ നമുക്ക് പേടി വരും ചെറുതായിട്ട്. കണ്ട, ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, ഭയങ്കര ചെറുത്. ഇനി ഇതിനകത്ത് എന്തോ ചെയ്യണ്ടേ? എന്തൊരു സൗണ്ട് കേൾക്കുന്നില്ലേ? എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ? ഇതെന്താ? ഇറ്റ് ഹാപ്പൻ ഹിയർ. എന്ത് കണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഇവരെന്തോ ഒളിക്കുന്നുണ്ട്. ദിസ് നൈറ്റ്, ഈ രാത്രി ഇവിടെ എന്തോ നടന്നു. ഈ രാത്രി എന്ത്? ഇതെന്നെ ഫിഫ്ത്ത് റോയിൽ എന്താ? ഫിഫ്ത്ത് റോ, 5ാമത്തെ റോ, മേളില് ഷീ ടയേർഡ് എന്ന് മാത്രം ഞാൻ വായിച്ചു. എന്തൊരു വൃത്തിയുടെ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കാനുണ്ടാ? ദി ഫ്യൂച്ചർ ഐ ഗോട്ട് ഇറ്റ് ഹാർഡ്. ഞാൻ പറഞ്ഞില്ല, ഇവരെന്തോ ഒളിക്കുന്നുണ്ടോ? എന്തോ ഒളിക്കുന്ന പോലെ ഒരു സാധനം. ഇതെന്താ? ഇത് ക്ലോസ്ഡ്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഇതെന്താ സംഭവം? 2. ഓക്കെ. ഇവിടെ എന്തോ ഒരു പാറ്റേൺ ഉണ്ട് കേട്ടാ. അതിനകത്ത് 2ാമത്തെ അക്കം നമുക്ക് കിട്ടി. ദ ടിക്കറ്റ് ഹാവ് നോ നെയിം. ഇവിടെ ടിക്കറ്റിനൊന്നും പേരില്ല. ഇത് ട്രെയിൻ തന്നെ അല്ലേ ഇത്? അതെ, ട്രെയിൻ. ഇതെന്തോ പാവയൊക്കെ, നമ്മുടെ ഗ്രാനീനെ പോലത്തെ ഈ പാവ കൊണ്ടിടുമ്പോൾ മാഞ്ഞോണ ആളുകൾ എന്തെങ്കിലും ഉണ്ട് ഇതിനകത്ത്. കൊള്ളായതായാലും ഇങ്ങനെ കളിച്ചിരിക്കാൻ നല്ല രസമുണ്ട് ഇങ്ങനെ. പക്ഷെ ഇത് കുറേ ഉണ്ട് ഇങ്ങനെ, നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. സ്റ്റോറി മൂഡാണോ എന്ന് വെച്ചാൽ അധികം സ്റ്റോറി ഒന്നുമില്ല, എന്നാൽ അത്യാവശ്യം കളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഗെയിമൊക്കെയാണിത്. ഇത് ഓൺലൈൻ ഗെയിമാണ്. ഓക്കെ, ഓഫ്ലൈൻ അല്ല, ഓൺലൈൻ ഗെയിമാണിത്. ഓഫ്ലൈനായിട്ട് നമുക്കിത് കളിക്കാൻ പറ്റത്തില്ല. എത്രയാ? 1 GB ഒക്കെ അടുപ്പിച്ച് സ്റ്റോറേജ് വരുന്നുണ്ട്. ബോക്സ്. ഓക്കെ, ഒരു ബോക്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ ഒരു ഗെയിം അവൈലബിൾ ആണ്. ഇനി PC വല്ലതും അവൈലബിൾ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് iOS വേണമെങ്കിൽ ആപ്പിളിൻ്റെ സ്റ്റോറില്ലേ, ആപ്പിൾ സ്റ്റോറല്ല, മറ്റേ ഈ നമ്മുടെ പ്ലേ സ്റ്റോറൊക്കെ പോലത്തെ, അതിനകത്ത് കയറിയിട്ട് ഈ സെയിം നെയിം തന്നെ അടിച്ചാൽ മതി. ദ എലവേറ്റർന്നോ ഒള്ളി യു ആർ ഹിയർന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചാൽ വരും. ഒരു കറുത്ത രൂപം നിൽക്കുന്നത്, അതാണ് ഗെയിമിൻ്റെ ഒരു ലോഗോ. പ്രത്യേകിച്ച് ലോഗോന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞില്ല, എന്തൊരു വൃത്തിയുടെ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട്. ഇത് എന്ത് സൗണ്ടാന്ന് എനിക്ക് മനസ്സിലാവണില്ല. പാറ്റേൺ ഒന്നും ഇല്ല. പിന്നെ എന്തടിക്കാനാണ് ഇവിടെ? ഇതെന്താ ഇവിടെ ചെയ്യേണ്ടത്? കണ്ടോ, 8 എണ്ണം ആയിട്ടുണ്ട്. നമുക്ക് 12 എണ്ണം കണ്ടുപിടിക്കണം. 8 എണ്ണം ആയിട്ടുണ്ട്. ഇതെന്താ? ഓപ്പൺ ഇട്ട് ആവണമല്ലോ. ഇതെല്ലാം ക്ലോസ് ചെയ്ത് പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? വെയിറ്റ് ഗേസ്, ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്തോ ഇതിനകത്ത് എന്തോ മിസ്റ്റേക്ക് അല്ല, ഇതിനകത്ത് എന്തോ തപ്പി. ഭയങ്കര ഹാർഡാണ് ഇത്, എനിക്കൊന്നും തപ്പി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാനൊന്ന് തപ്പിയിട്ട് സെറ്റാക്കാം നമുക്ക്. ഈ റൂം കണ്ട, ഈ റൂം, അതായത് ഈ പെട്ടിയിരിക്കണ റൂം, അത് ഇപ്പം തുറന്നാണോ ഞാൻ ശ്രദ്ധിക്കാത്തതാണോ എനിക്ക് അറിഞ്ഞൂടാ. അവിടെ നിന്ന് വന്ന് ഞാൻ ഈ റൂം തുറന്നു കഴിഞ്ഞപ്പോൾ മേളിൽ കണ്ട ഇങ്ങനെ ഒരു സാധനം എനിക്ക് വന്നു. ഞാൻ ചുമ്മാ തിരിച്ച് ഇങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് മേളിൽ ഇങ്ങനെ ഒരു സാധനം കാണാൻ പറ്റിയത്. അതായത് ഈ പെട്ടി നമുക്ക് നോർമൽ ഓപ്പൺ ആക്കാൻ പറ്റും. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേളിൽ ഈ സുന കണ്ട, ഇവിടെ ഒരു കൈ വരുന്നുണ്ട. കൈ ഞെക്കുമ്പോൾ കണ്ട ഒരു അക്കം നാം കിട്ടി. 0 0 0 2. ഇനി ഇപ്പുറത്തെ ഒരു അക്കം കൂടി ഉണ്ട്. അതെന്താന്ന് എനിക്കറിയില്ല, അതും കൂടെ തപ്പണം ഇനി. കണ്ട, ഇത് നോർമൽ പോലെ. അതെന്താടാ അത്? അങ്ങനെ നമുക്ക് അടുത്തൊരു കീയും കൂടെ കിട്ടി. ഇത് പക്ഷേ അതിൻ്റെ കീ അല്ല, ഇത് 3ാമത്തെ കീ അല്ല. ഇത് ദിസ് കീ ഈസ് മെയ്ഡ് ഓഫ് പേപ്പർ. അതെന്നാടാവേ അത്? യു വിൽ സ്റ്റാർട്ട് ടു ലുക്ക് ഫോർ ദ ഫോർഗെറ്റ് ടു യുവർസെൽഫ് ആസ് വിക്ടിം. എന്ത് വിക്ടിം? എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവരെന്താ അർത്ഥം വെച്ചിട്ടാണ് ഇവരിതെല്ലാം പറയുന്നത്? എന്തോ ഒരു അർത്ഥം ഇവരിതെല്ലാത്തിലും വെക്കുന്നുണ്ട്. അതിനി ബാക്കിയും കൂടി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താ ഞാനിങ്ങനെ പറയുന്നതെന്ന്. കാരണം ഓരോ ഇടയ്ക്ക് ഇവരിങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെന്താ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താ ആ അമ്മച്ചി ഇതേ പിന്നെ അവിടെ ഇരിക്കുന്നതാണ്ടേ. ഓണ്ടതേ ആ അമ്മച്ചി ഇവിടെ വന്ന് നമ്മളെ പേടിപ്പിക്കാനുള്ള പ്ലാൻ. അതെ ഇതാ മറ്റേ സാധനം അല്ലേ? പക്ഷേ ആ അമ്മച്ചി പിടിക്കൂല. ഇല്ല നമുക്ക് ഇവിടെ കിട്ടും. കണ്ട, ഇതെന്താ സെറ്റപ്പ് എന്ന് മനസ്സിലായോ? അതായത് റസ്റ്റ് എന്താണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലാവും. കുറച്ചും കൂടി കഴിയുമ്പോൾ ബാക്കി റസ്റ്റ് നീ തന്നെ കണ്ടുപിടിക്കണം.
ഇതാ ഞാൻ പറഞ്ഞു ഇതെന്താ സെറ്റപ്പ്, ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെന്തൊക്കെയാ പറയുന്നത്, ഇവരെന്തോ അർത്ഥം വെച്ചിട്ടാണ് ഇവരെല്ലാം പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല.